ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ആയിട്ടുള്ളൊരു കുട്ടനാടൻ ഫിഷ് കറിയാണ്. അപ്പോൾ ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്നൊരു 750 ഗ്രാം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യൂബ്സായി കട്ട് ചെയ്ത നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 3 പച്ചമുളക്, ഇനി 2 കഷ്ണം കുടംപുളി നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തക്കാളി നല്ലോണം ഒന്ന് അരച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. അപ്പോൾ തക്കാളി നല്ലൊരു പേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അപ്പോൾ ആദ്യം ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ കടുകും ഉലുവയിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 250 ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 3 പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ മസാല നല്ലോണം മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി കുറച്ച് നേരം വേവണം. ഈ മസാലയുടെ കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഈ ഗ്രേവി നല്ലോണം ഒന്ന് കുക്ക് ചെയ്യാം. ഒന്ന് ഗ്രേവി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് ഇനി ഒരു 7 തൊട്ട് 8 മിനിറ്റ് വരെ അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും ഉലുവയും ചുമന്ന മുളകും വറുത്ത് ചേർക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടനാടൻ സ്പൈസി ഫിഷ് കറി റെഡിയായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ കഴിക്കാൻ അസാധ്യ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്നു. സോ ബൈ ഫോർ നൗ. താങ്ക് യു.